പൂക്കാട്ടുപടിക്കടുത്ത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണോ നിങ്ങൾ നോക്കുന്നത്? ബസ് റൂട്ടിൽ നിന്ന് 400 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതും 55 ലക്ഷം രൂപയുടെ. 4 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. 5.4 മീറ്റർ ആണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച് കടപ്പാ കല്ലുകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് വലിയൊരു SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. 27 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു മുൻഭാഗത്തിന് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ തെക്ക് ഭാഗത്താണ് ഉള്ളത്. 2.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെ പാകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ട് ഒരു ടാപ്പ് പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ കിഴക്ക് ഭാഗത്താണ്. നോർത്ത് ഈസ്റ്റ് കോർണറാണ് ഇവിടെ. കിച്ചന്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഈ ഏരിയയാണ് നമുക്ക് വർക്ക് ഏരിയക്കുള്ള സ്പേസ് ആയിട്ട് വരുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാൻ ഒരു ഗ്രില്ലും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് പാകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമുക്കിനി സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 8.5 അടിയിലേറെ നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ പ്രധാന വാതിലും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. തേക്കിൻ തടിയിൽ ഒറ്റ പാളിയായിട്ടാണ് ഇവിടെ പ്രധാന വാതിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി ഈ വീടിന്റെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. 15 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ സൈഡിലായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. സ്റ്റെയറിന്റെ ഈ ഭാഗത്തായിട്ട് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇത് TV യൂണിറ്റ്. ഇവിടെയാണ് ലിവിംഗ് കം ഡൈനിങ് സ്പേസ് വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ കിച്ചണിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് ക്ലോസ്ഡ് കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 10.5 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിലുള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനിയും ഇവിടെ നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഈ ഒരു കിച്ചണിന് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു മിററും വാൾഡ്രോബും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം.
സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇവിടെയായിട്ട് ഒരു മിറർ യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലും ഗ്രാനൈറ്റും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് 5 അടിയിലേറെ വീതിയുള്ള ഒരു ചെറിയ ലിവിംഗ് സ്പേസിലേക്കാണ്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യം കാണുന്നത് സ്റ്റഡി റൂമാണ്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഈ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത്. ഈ ലിവിംഗ് സ്പേസിൽ നിന്നും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു വാൾഡ്രോബും ഒരു മിറർ യൂണിറ്റും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള റൂമിലേക്ക് വരാം. നമുക്കിത് ഗസ്റ്റ് റൂമായിട്ടോ സ്റ്റഡി റൂമായിട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. 10 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു റൂമിന് ഉള്ളത്. നമുക്കിനി യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 10.5 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിൽ ഉള്ളത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ ഉള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ബാൽക്കണിയിലേക്ക് വരാം. 8.5 അടിയിലേറെ നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ബസ് റൂട്ടിലേക്ക് 400 മീറ്റർ, ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.4 കിലോമീറ്റർ, പൂക്കാട്ടുപടിയിലേക്ക് 2.4 കിലോമീറ്റർ, സമരട്ടൺ ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 6 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 8 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 8 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3 സെന്റ് 600 ലെങ്സ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും സ്റ്റഡി റൂമുമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും ലോൺ ഫെസിലിറ്റിയെ പറ്റി അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.